അഞ്ജലി തുടരുന്നുണ്ട്. അഞ്ജലി, ഇതിപ്പോൾ അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് കുട്ടികൾ അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ പ്രതികരണം കൂടിയാണ് നമ്മൾ കേട്ടത്. ഏകദേശം 600ഓളം കുട്ടികളാണല്ലേ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ 70ഓളം പേർക്കാണോ ഇപ്പോൾ ഭക്ഷ്യവിഷബാധ എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്? മറ്റ് ചില ആരോപണങ്ങൾ കൂടി അവർ അതിനിടയിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശ്രുതി, ഈ വിവരം പുറത്തറിയുന്നത് അത് ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിലാണ്. ഇവിടെ തൃക്കാക്കര KMM കോളേജിലെ NCC ക്യാമ്പിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ, അതായത് ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയായിരുന്നു. ഈ ഗേറ്റ് തുറന്ന് സർ എന്താ ഇവിടെ ഫുഡ് ഞങ്ങളെല്ലാവരും കഴിച്ചതാണ്. ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ JD പിള്ളേരായത് കാരണം ചിലപ്പോൾ വയറിന് പിടിക്കാത്തതായിരിക്കാം. ഫുഡ് സാധാരണ ചോറ്, സാമ്പാർ, ദാല് കറി, അതുപോലെ സാധാരണ കഴിക്കുന്ന പോലത്തെ തന്നെയാണ്. ഇവിടെ തന്നെ കുക്ക് ചെയ്യുന്നത്? അതെ അതെ അതെ. എപ്പോഴാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു തുടങ്ങി? അടുത്ത തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 പേര് ഛർദ്ദിച്ചു തുടങ്ങി. ഇന്നലെ 2-3 പേര് സിക്കായിരുന്നു. അത്രേ ഉള്ളൂ. വേറെ ശ്രുതി, ഇന്നലെ മുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ഇവിടെ നിന്നും വ്യക്തമാക്കുന്നത്. അതായത് കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ഈ ഛർദ്ദൽ പോലുള്ള അസുഖങ്ങളാണ് ഉണ്ടായത്. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ്. ഞാൻ കഴിച്ചില്ല ഉച്ചക്കത്ത്. എന്തോ കുഴപ്പമുണ്ടായിരുന്നു. എന്തോ മോർ കുടിക്കാൻ എന്തോ സാധനത്തിൽ എന്തോ കുഴപ്പമുണ്ടായിരുന്നു. വിവരമൊന്നും അറിയില്ല. കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയാന്ന് പറഞ്ഞു. നമ്മളത് നേരിട്ട് നിങ്ങൾ പോകുന്നത് നമ്മള് ഇപ്പോൾ ക്യാമ്പ് അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെയുമായി പോവുകയാണ്. ഇവിടെ കോളേജ് ക്യാന്റീനിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ ഭക്ഷണം കഴിച്ചിട്ടാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. ഇല്ലല്ലോ, ഒന്നും പറഞ്ഞില്ല. കാരണം അവരായിട്ടൊന്നും യാതൊന്നും ബന്ധമില്ല. ടീച്ചേഴ്സിനെ വിളിച്ചത്, മറ്റേ സ്കൂളിലെ ടീച്ചറെ വിളിച്ചപ്പോൾ ടീച്ചർ വന്ന് ടീച്ചറിനും വലിയ വിവരമില്ല. ഞാൻ വന്നിട്ട് അറിയുന്നതല്ല അവര്. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ? കഴിക്കാൻ എന്ത് ഭക്ഷണം തന്നത്? ചോറ്, അങ്ങനത്തെ ഭക്ഷണമൊക്കെ ബുദ്ധിമുട്ട്. ഇന്ന് ഉച്ചയ്ക്ക് മാത്രമേ ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. ഭക്ഷണത്തിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? രുചി വ്യത്യാസം? അങ്ങനെ ടേസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. രുചി വ്യത്യാസമൊന്നുമില്ല. കൂടെയുള്ള ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടായത്? അറിയൂ? പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. 6 പേർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി. നിങ്ങളെ കൂടെയുള്ള 6 പേർക്ക് ഉണ്ടായി? ഏത് രീതിയിൽ? അതായത് ഛർദിയാണോ? വയറ്റി ഉണ്ടായി, എല്ലാം ഉണ്ടായി. വയറ്റില് കുഴപ്പമുണ്ടായി കുറെ പേർക്ക്. നിങ്ങൾ ഇവിടെ അധികൃതരോട് വ്യക്തമാക്കിയില്ല? അതായത് ടീച്ചേഴ്സിനോട് പറഞ്ഞു? സിക്കൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യാറ്, അടിക്കും. കുട്ടികളെല്ലാം ആകെ അസ്വസ്ഥരായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതായത് ക്യാമ്പ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 518 കുട്ടികളാണ് ഈ NCC ക്യാമ്പിൽ പങ്കെടുത്തത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 30 കുട്ടികൾക്കായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ആക്കുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ, അതായത് 70-ലധികം കുട്ടികൾക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കൂടാതെ സൺറൈസ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്.